ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം വഴി സംസ്ഥാനത്തെ കുടുംബശ്രീ കർഷക ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന ഏകദേശം 4.3 ലക്ഷം വനിതാ കർഷകർ ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. കൃഷിയിലും അനുബന്ധ മേഖലകളിലും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്ത്രീകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. കുടുംബശ്രീ 25 വർഷം പിന്നിടുന്ന വേളയിൽ കുടുംബശ്രീ കാർഷിക വിഭാഗം അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നൂതനമായ ഒരു പ്രവർത്തനമാണ് കേട്ടാപ്പ്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രശസ്തി ആർജിച്ചിട്ടുള്ള സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബശ്രീ ഇതിനകം 180ഓളം ടെക്നോളജികൾ ആർജിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയുടെ നവീകരണത്തിനും സ്ത്രീ കർഷകരുടെ ശാക്തീകരണത്തിനുമായിട്ട് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് കുടുംബശ്രീ ആസൂത്രണം ചെയ്യുന്നത്. നമ്മുടെ ജില്ലയിൽ ആദ്യഘട്ടത്തിൽ 5ഓളം പ്രൊഡ്യൂസർ ഗ്രൂപ്പുകളാണ് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ CTCRIയുമായി ചേർന്ന് നമ്മുടെ മരിച്ചിനി കപ്പ ആണ് ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന പ്രൊഡക്റ്റ്. അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സും അതിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കുന്നത്. തുടർന്ന് നമ്മുടെ മറ്റ് ഉൽപ്പന്നങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ജില്ലയിലുടനീളം വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരും. നമസ്കാരം, എൻ്റെ പേര് അംബിക. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഹരിതഗ്രാമം പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്ന പേരിൽ 20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അതിന് സെക്രട്ടറിയാണ് ഞാൻ. ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, സംസ്കരണം, വിപണനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയിലെ എല്ലാ മേഖലകളിലും പുരോഗതി കൈവരിക്കുന്നതിനും ഈ പരിപാടി സഹായിക്കും. ഇതിനായി രാജ്യത്തെ പ്രശസ്ത കാർഷിക സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് 180ലധികം പുതിയ സാങ്കേതിക വിദ്യകളുള്ള ഒരു കേന്ദ്രീകൃത സാങ്കേതിക ശേഖരം തയ്യാറാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ 27 വർഷം പിന്നിടുമ്പോൾ കാർഷിക മേഖലയിലുള്ള സ്ത്രീകൾക്ക് മുന്നേറ്റം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടാപ്പ് പദ്ധതി. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്നാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കൃഷി രീതിയിൽ മികച്ച വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടാപ്പ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള വിപണന മേഖല സാധ്യമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കേട്ടാപ്പ് പദ്ധതി വഴി നിരവധി യൂണിറ്റുകൾക്ക് പരിശീലനം ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത് ബ്രാൻഡ് ചെയ്ത് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കുക എന്നതാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. ദേവി, ഞാൻ അരുവിക്കര പഞ്ചായത്തിലെ മൈലമൂട് വാർഡിൽ പ്രവർത്തിക്കുന്ന ശ്രീഹൃദം സ്മോൾ വാല്യൂ അഡീഷൻ യൂണിറ്റിലെ സെക്രട്ടറിയാണ്. 2023 ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും ചേർന്നാണ് ശ്രീഹൃദം ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആരംഭിച്ചത്.
കുടുംബശ്രീ CDS രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ശ്രീഹരിതം സ്മാൾ വാല്യൂ അഡീഷണൽ യൂണിറ്റിനെ കുടുംബശ്രീ കേട്ട പദ്ധതിയുടെ ഭാഗമായി പ്രോഡക്റ്റ് ബ്രാൻഡിങ്ങിനായി തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ യൂണിറ്റിന് എല്ലാ വിജയാശംസകളും നേരുന്നു. അരുവിക്കര കുടുംബശ്രീയിലെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന മൈലമൂട് വാർഡില് ശ്രീഹരിതം യൂണിറ്റ് ഇന്ന് കേട്ടാപ്പ് പദ്ധതിയിൽ ബ്രാൻഡിങ് ചെയ്തതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഹരിതം യൂണിറ്റിന് ഇങ്ങനെ ഒരു വേദിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ CDS ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വനിതകൾക്ക് ഒരു സ്ഥിരം വരുമാനം ഉറപ്പാക്കുന്നതിനും ഇതിലൂടെ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന നമ്മുടെ ADS ചെയർപേഴ്സണും കൂടിയായിട്ടുള്ള ശ്രീമതി ഉമാദേവിക്കും ഈ സംരംഭത്തിൽ നടത്തുന്ന മുഴുവൻ കുടുംബശ്രീ സഹോദരിമാർക്ക് അവർക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്നൊരു CDS ചെയർപേഴ്സൺ നിലയിൽ ആശംസിക്കുകയാണ്. ഒപ്പം ഈ സംരംഭം ഇന്ന് അരുവിക്കര കുടുംബശ്രീ CDSന് ഒരു പൊൻതൂവൽ കൂടിയാണ്. കാർഷിക മേഖലയുടെ നവീകരണത്തിനും സ്ത്രീ കർഷകരുടെ ശാക്തീകരണത്തിനുമായി കുടുംബശ്രീ ഇത്രയധികം സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുന്നത് ഇതാദ്യമാണ്. കുടുംബശ്രീ വഴി നിലവിൽ നടപ്പിലാക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളുടെ മുഖച്ഛായ മാറ്റാൻ ഈ പദ്ധതി സഹായിക്കും. നമസ്കാരം, എൻ്റെ പേര് സജിത്ര. ഞാൻ പെരിയങ്കട ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ചെയർപേഴ്സണാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന മഹാലക്ഷ്മി പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നമ്മൾ കേട്ട പദ്ധതി വഴി CTCRI വഴി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പരിശീലനം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മരച്ചെടിയിൽ നിന്നും പക്കവട ഉൽപ്പാദിപ്പിക്കുന്ന പരിശീലനം അവർ നേടുകയും അതിന് തുടക്കമിട്ടുകൊണ്ട് നമ്മുടെ ജില്ലാ മിഷൻ നമുക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിലുള്ള സംരംഭം വിപണിയിൽ എത്തിക്കുകയും അതുവഴി കുടുംബശ്രീ സംരംഭകർക്ക് മെച്ചമായ ഒരു സമ്പാദ്യം നേടുക എന്നതുമായിട്ടാണ് ലക്ഷ്യമിടുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അതോടൊപ്പം അഭിനന്ദനങ്ങളും. മരച്ചിനിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായും പക്കവടയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു അല്പമായ വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നു. ഞങ്ങൾ കുട്ടികളെയൊക്കെ സ്കൂളിലാക്കിയിട്ട് ഒരു 9:30 മണിയോടും കൂടിയാണ് ഞങ്ങളിവിടെ കടന്നു വന്ന് ഒരു മനസ്സോടെ നിന്ന് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഉച്ചയാകുമ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനമുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നു. നമ്മുടെ ഈ സംരംഭത്തിന് ആവശ്യമായ മെഷീനറീസ് CDS നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമായുള്ള മെഷീനറികൾ ഞങ്ങളുടെ CDS നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ ഓർഡർ അനുസരിച്ച് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഇതെല്ലാം ഒത്തൊരുമിച്ച് ഒരു നല്ല മനസ്സോടെ ചെയ്യുന്നുണ്ട്. ഇതിനെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പല കാര്യങ്ങളും നല്ല ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്തണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.
പുതിയ ടെക്നോളജി ബാങ്ക് വഴി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഉപജീവന മാർഗ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കുടുംബശ്രീ സഹായം നൽകും. നിലവിൽ നല്ല കൃഷിയും അനുബന്ധ ബിസിനസ്സുകളും നടത്തുന്ന സംരംഭകരെ ഇതിനായി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയാണ് പ്രവർത്തനം. രാജ്യത്തെ പ്രമുഖ കാർഷിക ഗവേഷണ സാങ്കേതിക സ്ഥാപനങ്ങളുമായി സഹകരിച്ച് അവർക്ക് പരിശീലനം നൽകും. ഇത് അവരുടെ വരുമാനം വർദ്ധിക്കുന്നതിന് വഴിയൊരുക്കും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം, ചെറുധാന്യങ്ങൾ, നാളികേര ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് തുടങ്ങിയ മേഖലകളിലും വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കുന്നു. ജൈവ ഉൽപാദന രീതികൾ നവീകരിക്കുന്നതിനും സ്മാർട്ട് ഫാമിംഗ്, പാക്കിംഗ്, ബ്രാൻഡിംഗ്, ലൈസൻസിംഗ് എന്നിവയ്ക്കും സാങ്കേതികവിദ്യ ഉപയോഗിക്കും. നിലവിലുള്ള സംരംഭങ്ങളുടെ വികാസവും വരുമാന വർധനവും ഇത് വർദ്ധിപ്പിക്കും. ഉൽപ്പന്ന വിപണനത്തിൽ നിലവിൽ നേരിടുന്ന എല്ലാ പരിമിതികളെയും മറികടക്കുന്നതിനുള്ള പദ്ധതിയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു.